CPM പ്രവർത്തകൻ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടത് തിരഞ്ഞെടുപ്പിനിടെ CPMനെ തീർത്തും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. നിസ്സാര സംഭവമായി ഇതിനെ കാണാനാവില്ല. പോലീസ് അന്വേഷണത്തിൽ കൂടുതൽ സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തിരിക്കുകയാണ്. 10ലധികം സ്റ്റീൽ ബോംബുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഭീകരതയുടെ മുഖമാണ് ബോംബ് സ്ഫോടനത്തിലൂടെ പാനൂരിൽ കേരളം കണ്ടിരിക്കുന്നത്. ഇത് ഭീകരപ്രവർത്തനം തന്നെയാണ്. NIA അന്വേഷിക്കേണ്ട പച്ചയായ ഭീകരതയാണ് നടന്നിരിക്കുന്നത്. പിണറായിയുടെ ഭരണത്തിൽ CPM ലക്ഷ്യമിട്ട ആ ഭീകരമുഖം എന്ത് എന്നത് കണ്ടെത്തുക അസാധ്യമാണ്. ഇക്കാര്യത്തിൽ NIA അന്വേഷണം തന്നെയാണ് നടക്കേണ്ടത്. കേരളത്തിൽ എന്ത് സംഭവങ്ങൾ നടന്നാലും നുണകൾ കൊണ്ട് പ്രതിരോധിച്ച രക്ഷയ്ക്ക് ശ്രമിക്കുന്നത് CPMന്റെ പതിവ് ശൈലിയാണ്. അതുതന്നെയാണ് പാനൂർ സ്ഫോടനത്തിൽ CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ട ശേഷവും നടന്നു വരുന്നത്. കേസുമായി ബന്ധപ്പെട്ട പിടികൂടപ്പെട്ടവർ ഒന്നടങ്കം CPM പ്രവർത്തകരും അനുഭാവികളുമാണ്. CPM പ്രാദേശിക നേതാവിന്റെ മകനും ഇതിൽ പങ്കാളിയാണ്. എന്നിട്ടും CPMന് സംഭവത്തിൽ പങ്കില്ല എന്ന ആണയിട്ട കളവ് പറയുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും KK ശൈലജയും ഒക്കെ. ഇത് രക്ഷപ്പെടാൻ ശ്രമിക്കുക മാത്രമല്ല, കേരള ജനതയെ പരമ വിഡ്ഢികളാക്കുക കൂടി ചെയ്യുകയാണ് ഇവിടെ നടക്കുന്നത്. പാനൂരിൽ സ്ഫോടനം നടന്ന സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലും ദിവസങ്ങളായി ബോംബ് നിർമ്മാണം നടന്നു വരികയായിരുന്നുവെന്ന് പോലീസ് തന്നെ പറയുന്നു. പോലീസിന് ലഭിച്ച വിവരങ്ങൾ ശരിയെന്ന് തെളിയിച്ചുകൊണ്ടാണ് കൂടുതൽ ബോംബുകൾ കണ്ടെത്തിയിരിക്കുന്നത്. 10ലധികം സ്റ്റീൽ ബോംബുകളാണ് ഒടുവിൽ കണ്ടെത്തിയിട്ടുള്ളത്. പാനൂരിൽ വ്യാപകമായ തോതിൽ CPM ബോംബുകൾ ഉണ്ടാക്കിയെന്ന് തെളിയിക്കുന്നതാണിത്. അറസ്റ്റിലായ ഷാബിൽ ലാലാണ് ചോദ്യം ചെയ്യലിനിടെ ബോംബിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നത്. കൂടുതൽ ബോംബ് കണ്ടെത്താനായി പാനൂരിലും പരിസര പ്രദേശങ്ങളിലുമായി പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ CRPFന്റെ സഹായവും കേരള പോലീസ് ഇതോടെ തേടുകയാണ് ഉണ്ടായത്. സ്ഥലത്ത് ദിവസങ്ങളായി ബോംബ് നിർമ്മാണം നടന്നു വരികയായിരുന്നു എന്ന് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. തുരുമ്പിച്ചാണി, കുപ്പിച്ചില്ല, മെറ്റൽ ചില്ലുകൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു ബോംബുകൾ നിർമ്മിച്ചിരുന്നത്. സമീപത്തെ മതിലിലും കുറ്റിക്കാലിലും ഒളിപ്പിച്ച നിലയിലായിരുന്നു ബോംബുകൾ ഉണ്ടായിരുന്നത്. സംഭവത്തിൽ 4 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇതിൽ 3 പേരുടെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അരുൺ, അതുൽ, ഷിബിൻ ലാൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. സായൂജിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണുണ്ടായത്. സ്ഫോടന സമയത്ത് ഇവർ സ്ഥലത്തുണ്ടായിരുന്നു. ബോംബ് നിർമ്മാണവുമായി ബന്ധമുള്ള 8ഓളം പേരെ തിരിച്ചറിഞ്ഞതായി പോലീസ് പറയുന്നുണ്ടായെങ്കിലും ഇവരെ പിടികൂടിയിട്ടില്ല. കോയമ്പത്തൂരിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പാലക്കാട് വച്ചാണ് സായൂജ് പോലീസിന്റെ പിടിയിലായത്. എല്ലാവരും CPM പ്രവർത്തകരും അനുഭാവികളുമാണ്. നിരവധി ക്രിമിനൽ കേസുകൾ ഇവരുടെ പേരിലുണ്ടായെന്ന് പോലീസ് തന്നെ പറയുന്നു. കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുള്ള ഇവരെ തിരഞ്ഞെടുപ്പ് കാലത്ത് നിരീക്ഷിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായത്. ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നിട്ടും അതിനെ പോലീസ് മാനിച്ചില്ല. ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് സ്ഫോടനം ഉണ്ടായതെന്ന് തെളിഞ്ഞിട്ടും എന്തിനു വേണ്ടി ഇവർ ബോംബ് ഉണ്ടാക്കിയെന്നതും ആർക്ക് വേണ്ടി ഉണ്ടാക്കിയെന്നതും ഇനിയും ഉത്തരമില്ലാത്ത സ്ഥിതിവിശേഷമായി തുടരുകയാണ്.